തൃശൂർ പൂരം പ്രദർശനത്തിന്റെ തറവാടക വർദ്ധിപ്പിച്ചത് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ഇത്തവണ പൂരം ഒരാനപ്പുറത്ത് ചടങ്ങു മാത്രമാക്കുമെന്ന് കമ്മിറ്റികൾ. പൂരത്തിന്റെ പ്രധാന സംഘാടകരായ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ സംയുക്ത പൊതുയോഗമാണ് തീരുമാനമെടുത്തത്. ആദ്യമായാണ് ഇത്തരമൊരു യോഗം. തീരുമാനം ഏകകണ്ഠമായി അംഗീകരിച്ചു. പൂരത്തിന്റെ വരുമാന സ്രോതസ്സായ പൂരം പ്രദർശനത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് വൻതോതിൽ വാടക വർദ്ധിപ്പിച്ചതാണ് പ്രശ്നത്തിന് കാരണം. ബോർഡിനെതിരെ യോഗത്തിൽ കടുത്ത വിമർശനമുയർന്നു. മുഖ്യമന്ത്രി ഇടപെടണമെന്ന ആവശ്യവും പ്രമേയത്തിലുണ്ട്. വരുന്ന പൂരം പ്രദർശന കമ്മിറ്റിയായി കഴിഞ്ഞു. സ്റ്റാളുകളുടെ ലേലം തുടങ്ങാനുള്ള സമയം വൈകി. എന്നിട്ടും പ്രദർശന നഗരി അനുവദിച്ചിട്ടില്ലെന്നും പ്രമേയത്തിൽ പറയുന്നു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാലാണ് പ്രമേയം അവതരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം 8% വർധനയോടെ 42 ലക്ഷമാണ് വാടക നൽകിയതെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ യോഗത്തെ അറിയിച്ചു. എന്നാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് 2.20 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. ഇതു സംബന്ധിച്ച കേസിൽ തീരുമാനമാകുകയും കഴിഞ്ഞ വർഷത്തെ തുക പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്ത ശേഷമേ ഇപ്പോഴത്തെ അപേക്ഷ പരിഗണിക്കൂവെന്നാണ് അധികൃതർ അറിയിച്ചതെന്നും ഇദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി പലവട്ടം ചർച്ച നടത്തിയിട്ടും പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമുണ്ടായില്ലെന്ന് അധ്യക്ഷത വഹിച്ച തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ടി.എ. സുന്ദർ മേനോൻ അറിയിച്ചു. ഇതുകൊണ്ടു തന്നെ പൂരം എങ്ങനെ നടത്തുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൂരം പ്രദർശനത്തിന്റെ പേരിൽ പൂരം ചടങ്ങാക്കി മാറ്റിയ സാഹചര്യം മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് അറിയിച്ചു. 1963 മുനിസിപ്പൽ സ്റ്റേഡിയം നിർമ്മാണ കമ്മിറ്റിയെ പ്രദർശനം നടത്തിപ്പ് ഏൽപ്പിക്കാൻ അന്ന് ഇതിന്റെ ചുമതലയുണ്ടായിരുന്ന നഗരസഭ തീരുമാനിച്ചു. ദേവസ്വങ്ങൾക്കുള്ള വിഹിതം നൽകാൻ ഇവർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പൂരം ചടങ്ങു മാത്രമാക്കിയത്. ഇ വേണുഗോപാൽ, പ്രസാദ് മേനോൻ, പി ശശി, പി വി നന്ദകുമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. അതിനോടൊപ്പം തന്നെ ഈ വാടകയുടെ കേസിൽ ഒരു ഗമ്യമായ പരിഹാരം കണ്ടെത്താനായിട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് ഒരു റെസല്യൂഷൻ പാസ്സാക്കി കൊടുത്തിരിക്കും. പലതവണ നമ്മൾ കാണുകയുണ്ടായി, സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയും കൂടിയും അനുമതി നൽകിയിട്ട് അനുഭാവപൂർവ്വമാണ്